ഹോർമുസ് കടലിടുക്കടക്കം അടച്ചതോടുകൂടി ഇപ്പോൾ പാചകവാതക അതുപോലെ തന്നെ എണ്ണ ബുദ്ധിമുട്ടുകൾ പല രാജ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രവും ഇപ്പോൾ അമേരിക്ക തകർത്തിരിക്കുന്നത്. സൈനിക കേന്ദ്രത്തെയാണ് ലക്ഷ്യമിട്ടതെന്നും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടില്ലെന്നും എന്നാൽ അടുത്തതായി എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനിയൻ എണ്ണ കയറ്റുമതി മേഖലയുടെ ഹൃദയമാണ് ഈ ചെറു പവിഴപ്പുറ്റ് ദ്വീപ്. പേർഷ്യൻ ഗൾഫ് കടലിൽ ഇറാൻ തീരത്തുനിന്ന് 25 കിലോമീറ്ററിലധികം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% നടക്കുന്നത്. 8 കിലോമീറ്റർ നീളവും 5 കിലോമീറ്ററോളം വീതിയും മാത്രമാണ് ഈ ദ്വീപിനുള്ളത്. ഇറാനിലെ എണ്ണ ഉൽപാദന നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയുമായി ബന്ധമുള്ള എണ്ണ ഉൽപാദന നിലയങ്ങളെയും ആക്രമിക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ് പ്രതികരിച്ചു. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ പശ്ചിമേഷ്യയിൽ യുഎസിന് ഓഹരി പങ്കാളിത്തമുള്ളതോ യുഎസുമായി സഹകരിക്കുന്നതോ ആയ എണ്ണ കമ്പനികളുടെ എല്ലാ സന്നാഹങ്ങളും തകർത്ത് ചാരമാക്കുമെന്നും വക്താവ് പറഞ്ഞു. ഇറാനിലെ എണ്ണ ഉൽപാദന നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയുമായി ബന്ധമുള്ള എണ്ണ ഉൽപാദന നിലയങ്ങളെയും ആക്രമിക്കുമെന്നും ഇറാൻ സൈനിക വക്താവ് അറിയിച്ചിരിക്കുകയാണ്. ഇറാന്റെ പ്രധാന എണ്ണ ഉൽപാദന കേന്ദ്രമായ ഗാർഗ് ദ്വീപിൽ ആക്രമണം നടത്തിയെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വക്താവ്. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ പശ്ചിമേഷ്യയിൽ യുഎസിന് ഓഹരി പങ്കാളിത്തമുള്ളതോ യുഎസുമായി സഹകരിക്കുന്നതോ ആയ എണ്ണ കമ്പനികളുടെ എല്ലാ സന്നാഹങ്ങളും തകർത്ത് ചാരമാക്കുമെന്ന് വക്താവ് പറഞ്ഞു. ഗാർഗ് ദ്വീപിലെ ഇറാന്റെ സൈനിക താവളങ്ങൾ അമേരിക്ക ആക്രമിച്ചതായും അടുത്തതായി എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തന്റെ നിർദ്ദേശപ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബോംബാക്രമണമാണ് നടത്തിയത്. ഇറാന്റെ കിരീടരത്നം എന്ന് അറിയപ്പെടുന്ന ഗാർഗ് ദ്വീപിലെ എല്ലാ സൈനിക ലക്ഷ്യങ്ങളും പൂർണ്ണമായും നാമവശേഷമാക്കിയതായി ട്രംപ് കുറിച്ചു. പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപ് അതീവ തന്ത്രപ്രധാനമായ ഇടമാണ്. നിലവിൽ ദ്വീപിലെ എണ്ണ പശ്ചാത്തല സൗകര്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്നും അമേരിക്ക ബോധപൂർവം വിട്ടുനിന്നു. എന്നാൽ മേഖലയിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇറാൻ ശ്രമിച്ചാൽ ഈ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. മര്യാദയുടെ പുറത്താണ് എണ്ണ പശ്ചാത്തല സൗകര്യങ്ങളെ തകർക്കാതിരിക്കാൻ താൻ തീരുമാനിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ സഞ്ചാരത്തെ തടസ്സപ്പെടുത്താൻ ഇറാനോ മറ്റാരെങ്കിലുമോ ശ്രമിച്ചാൽ ഈ തീരുമാനത്തിൽ ഉടനടി മാറ്റമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഊർജ ഇടനാഴികളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്ത് എടുത്തു പറഞ്ഞ ട്രംപ് ഇറാന് തങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലെന്നും പരിഹസിച്ചു. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ശക്തവും അത്യാധുനികവുമാണ് അമേരിക്കയുടെ ആയുധങ്ങളെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ലെന്നും അമേരിക്കയോ മിഡിൽ ഈസ്റ്റിനെയോ ലോകത്തെയോ ഭീഷണിപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇറാന്റെ സൈനിക സേനയോടും ഭരണകൂടത്തോടും ഏറ്റുമുട്ടൽ ഉപേക്ഷിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ആയുധം താഴെ വെച്ച് രാജ്യത്തെ ഇനിയുള്ള ഭാഗമെങ്കിലും രക്ഷിക്കുന്നതാണ് ഇറാന്റെ സൈന്യത്തിലെ ബുദ്ധിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മിഡിൽ ഈസ്റ്റിൽ വലിയ യുദ്ധഭീതി സൃഷ്ടിക്കുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാൻ തീരത്ത് നിന്ന് ഏകദേശം 33 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പവിഴ ദ്വീപാണ് ഗാർഗ്. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി ടെർമിനലും നിർണായകമായ സാമ്പത്തിക ആസ്തിയുമാണ്. ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ ഏതാണ്ട് മുഴുവൻ ഭാഗവും ഈ ദ്വീപ് വഴിയാണ് നടക്കുന്നത്. യുദ്ധം തുടങ്ങിയ ശേഷം ഏകദേശം 13.7 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇറാൻ ഇവിടം വഴി കയറ്റുമതി ചെയ്തത്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണ എത്തിക്കുന്നതിന് ഇറാന് ലഭിക്കുന്ന വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ഈ ദ്വീപിനെ ആശ്രയിച്ചിരിക്കുന്നു.
ഗാർഗ് ദ്വീപിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുമെന്നാണ് വിശകലന വിദഗ്ധരടക്കം പറയുന്നത്. ഇത് നിലവിലെ ഭരണകൂടത്തെ മാത്രമല്ല, ഭാവിയിൽ വരാനിരിക്കുന്ന ഏതൊരു സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കും. ഇറാന്റെ സാമ്പത്തിക നിലനിൽപ്പിന്റെ കേന്ദ്രമാണ് ഗാർഗ് ദ്വീപെന്ന് ഊർജ്ജ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാന്റെ ഗവൺമെന്റിനും സൈന്യത്തിനും ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിലും ഈ ദ്വീപിന് വലിയ പങ്കുണ്ട്. ഗാർഗ് ദ്വീപിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ഇറാന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും റോയൽ യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ പെട്രാസ് കെറ്റിനാസ് പറഞ്ഞു. ഇറാന്റെ ഭരണകൂടം മാറിയാലും ഈ കേന്ദ്രത്തിന്റെ പ്രാധാന്യത്തിന് മാറ്റമുണ്ടാകില്ല. ഗാർഗ് ദ്വീപിന് മേൽ നിയന്ത്രണം നേടുന്നത് ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്കയ്ക്ക് വലിയ മുൻതൂക്കം നൽകും. കാരണം ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യ നാഡീ കേന്ദ്രമാണ് ഈ ദ്വീപ്. തെക്കൻ ഭാഗത്ത് വലിയ എണ്ണ സംഭരണികളും കയറ്റുമതി സൗകര്യങ്ങളുമുള്ള ഇവിടം ആയിരക്കണക്കിന് തൊഴിലാളികളും താമസിക്കുന്നുണ്ട്. ഇത്തരമൊരു തന്ത്രപ്രധാന കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചതിലൂടെ ഇറാനെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കുകയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇറാൻ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലേക്കും 2500 മറൈൻ സൈനികരെയും ഒരു ആംഫിബിയസ് അസോൾട്ട് കപ്പലിനെയും അമേരിക്ക നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. മേഖലയിലെ അമേരിക്കൻ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജപ്പാൻ ആസ്ഥാനമായുള്ള 31ാമത് മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റും USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലുമാണ് മിഡിൽ ഈസ്റ്റിലേക്ക് തിരിക്കുന്നത്. തന്ത്രപ്രധാനമായ സൈനിക നീക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റുകൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പെട്ടെന്ന് പ്രതികരിക്കാൻ സജ്ജരായ സൈനിക വിഭാഗമാണ്. ഇവർ ആംഫിബിയസ് ആക്രമണങ്ങളിലും, അതായത് കടലിലും കരയിലും വിദഗ്ധരാണെങ്കിലും എംബസികൾക്ക് സുരക്ഷ നൽകുന്നതിനും സിവിലിയന്മാരെ ഒഴിപ്പിക്കുന്നതിനും മാനുഷിക ദുരന്തങ്ങളിൽ പ്രതികരിക്കുന്നതിനും പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ്. എന്നാൽ ഈ സൈനിക വിന്യാസം ഉടനടി കരയുദ്ധം ഉണ്ടാകുമെന്ന് അർത്ഥമാക്കുന്നില്ലെന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് വിവിധ ദൗത്യങ്ങൾ ഏറ്റെടുക്കാനാണ് ഇവർ എത്തുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നിലവിൽ പസഫിക് സമുദ്രത്തിലുള്ള ഈ കപ്പലുകൾ ഇറാൻ തീരത്തെത്താൻ ഒരാഴ്ചയിലേറെ സമയമെടുക്കും. ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയും ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഫലത്തിൽ അടച്ചുപൂട്ടുകയും ചെയ്ത സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ ഒരു നീക്കം. നിലവിൽ അറേബ്യൻ കടലിൽ അമേരിക്കയുടെ 12 കപ്പലുകളുണ്ട്. ഇതിൽ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും 8 ഡിസ്ട്രോയറുകളും ഉൾപ്പെടുന്നു. USS ട്രിപ്പോളി കൂടി എത്തുന്നതോടെ മേഖലയിലെ 2ാമത്തെ വലിയ അമേരിക്കൻ യുദ്ധക്കപ്പലായി ഇത് മാറും. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ മാത്രം നിലവിൽ 8000 അമേരിക്കൻ സൈനികർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം വാഷിംഗ്ടണിൽ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കൻ സൈന്യം 15,000-ലധികം ശത്രു ലക്ഷ്യങ്ങൾ തകർത്തതായും അറിയിച്ചു.